മേടിക്കാൻ പോവാ. ഓണം അടിച്ചു പൊളിക്കും. വരവേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയപ്പോൾ നാടൊട്ടാകെ ഉത്രാടപ്പാച്ചിലിന്റെ ഒരു പരക്കം പാച്ചിലാണ്. മലയാളികൾക്ക് ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വൈബ് കിട്ടുന്നത് ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണല്ലേ. അപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ ആ ഒരു ആവേശമൊക്കെ അറിയാനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ മാർക്കറ്റിലാണ്. നമുക്ക് അറിയാം കച്ചവടമൊക്കെ ഏത് തരത്തിലാണ് പോകുന്നത്, എവിടെ വരെ എത്തി ഓണത്തിന്റെ ആ ഒരു ഒരുക്കങ്ങളെന്നൊക്കെ. നമുക്കിപ്പോൾ ഈ മാർക്കറ്റിന്റെ പ്രമുഖരായ കച്ചവടക്കാരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അവരോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഉത്രാടപ്പാച്ചിലിൽ കച്ചവടം ഏത് തരത്തിലാണ് പോകുന്നത്, കച്ചവടത്തിൽ കുറവുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ചോദിക്കാം, അവരോട് തന്നെ ചോദിക്കാം. കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം ഇന്നലെ നല്ല ദിവസമായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം മഴ ആയതോടുകൂടി വളരെ ബാധിച്ചു, കച്ചവടത്തെ വളരെ ബാധിച്ചു. ഇന്നിപ്പോൾ ഉച്ചവരെ മഴയില്ലായിരുന്നു, വളരെ രാവിലെ നല്ല തിരക്കായിരുന്നു. പക്ഷേ സാധനങ്ങൾക്ക് ഇന്നലത്തേക്കാളും ഇന്ന് വളരെ വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് അത് ഇന്നത്തെ ദിവസം ഇച്ചിരി ചിലവ് കുറവായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക. പക്ഷെ ഉച്ച കഴിഞ്ഞുള്ള മഴയുടെ കാര്യം അറിയില്ല, എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഈ ആൾക്കാരുടെ തിരക്ക് കുറവുണ്ടോ? അങ്ങനെ കുറവെന്ന് പറയാനില്ല. കഴിഞ്ഞ വർഷത്തെക്കാലം പൊതുവെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം വില കുറവുണ്ട്. എല്ലാവരും വിലയുണ്ടെന്ന് പറയാം. ചില 1-2 സാധനങ്ങൾക്ക് മാത്രമേ കൂടുതലായിട്ടുള്ളൂ, പയർ പോലുള്ള സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ പൊതുവെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ വില കുറവാണ്. ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്നത് എന്താ ഉള്ളത്? ഇപ്പം നമുക്ക് നിൽക്കുന്ന ഏത്തക്ക ഇച്ചിരി വില ഇതുണ്ട്, കൂടുതലുണ്ട്. ആവറേജ് ഇപ്പോൾ ഇന്നത്തെ സംബന്ധിച്ചോളം കുറവുകളുണ്ട്. പിന്നെ അങ്ങനെ വെളുത്തുള്ളി, സബോള ഇങ്ങനെയുള്ള സാധനത്തിന് ശകലിച്ചേ കൂടിയുള്ളൂ. അത് നോർമലി കൂടുതലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടുതൽ അത്ര വന്നിട്ടൊന്നുമില്ല, നോർമലി കൂടുതലേ ഉള്ളൂ. അപ്പോൾ ഈ മഴയൊക്കെ കാരണം ഈ വൈകുന്നേരം ആകുമ്പോഴത്തേനും കച്ചവടം ആള് എല്ലാം ഇറങ്ങുന്ന ഒരു ടൈമാണ്. നല്ല കച്ചവടം കാണും. രാവിലെ ഉണ്ടായിരുന്നു ഈ തിരക്ക്? രാവിലെ തിരക്കുണ്ടായിരുന്നു. ഈ മഴ കഴിഞ്ഞു, മഴ ഇനിയിപ്പോ വൈകുന്നേരം എല്ലാവരും ഇറങ്ങും. കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ കച്ചവടം കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? കച്ചവടം ഉണ്ട്. ഈ തേങ്ങയുടെ വിലക്ക് എങ്ങനെയുണ്ട്? തേങ്ങയുടെ വില കഴിഞ്ഞ പ്രാവശ്യം സംബന്ധിച്ചിടത്തോളം അത്രയില്ല, കുറവുണ്ട്. നല്ല കുറവുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന പിന്നെ അത്രേ ഉള്ളൂ, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയേ ഉള്ളൂ. ഇപ്പോൾ മഴ വലിയൊരു തിരിച്ചടിയല്ലേ? തിരിച്ചടി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഓണം ആഘോഷിക്കണമെന്ന് വെച്ചാൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഓണം ഒന്നും അവർ, കാരണം ആ രീതിക്ക് അവർ വന്നില്ല. ഓണത്തിന്റെ മാറ്റിന് കുറവൊന്നുമില്ല, ഒരു കുറവില്ല. അപ്പം ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയത്തില്ല മാറ്റം കുറവില്ലെന്നുള്ളത്. അല്ല, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കുറവും വരത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ നമ്മോട് സഹകരിക്കുന്ന സാധാരണക്കാർ തന്നെയാണ്. അവർക്കൊരു കുറവും വരത്തില്ല. അതൊക്കെ അത് പറയുന്നുണ്ടെങ്കിലും അവരിവിടെ നിന്ന് മേടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. കുറവാണ് പൊതുവേ നമുക്കാണ് ഏറ്റവും കുറവ് വരുന്നത്. കോട്ടയം ജില്ലയിൽ നമുക്കാണ് കുറവ് വരുന്നത്. 100% കൂടണം, അതാണ് നമ്മുടെ പ്രതീക്ഷ. കൂടിയിരിക്കും. കുഴപ്പമില്ല, എല്ലാ വർഷത്തിലും കൂടുതൽ കച്ചവടമേ ഉള്ളൂ. മഴയുടെ പ്രശ്നമുണ്ടോ? ഇല്ല, മഴയുടെ പ്രശ്നം ഉണ്ടെങ്കിലും ചിപ്സ് സമയമായപ്പോൾ എല്ലാവരും വാങ്ങാൻ വരുന്നുണ്ട്. അതുപോലെ എല്ലാം ചിപ്സ് അതിൽ കൂടുതൽ വിറ്റ് പോകുന്നുണ്ട്. ചിപ്സ് വില കൂടുതലെന്ന് പറയാൻ വെളിച്ചെണ്ണ ചിപ്സിന് 500 രൂപ വിലയാണ്. ഓയിൽ ചിപ്സ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കും 400 രൂപ വില. വെളിച്ചെണ്ണ ചിപ്സിന് 500 രൂപ വിലയാണ്. നാടൻകായ് വേണം. തിരക്ക് വൈകുന്നേരത്തിന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉച്ച കഴിയുമ്പോഴത്തേക്ക് തിരക്കുണ്ടാവും. ഇപ്പം മഴ കാരണം കുറച്ച് കുറവുണ്ട്. അത്രയേ ഉള്ളൂ. മഴയുടെ എന്തെങ്കിലും പ്രശ്നം? സാധാരണ ഉത്രാടപ്പാച്ചിൽ ഈ തിരക്കാണോ അനുഭവപ്പെടുന്നത്? അല്ലേ, കച്ചവടം കുറവായിട്ടൊന്നും തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ ഓണത്തിന് എത്ര വലിയ കുറവൊന്നും ഇല്ല. ഞാൻ മാറ്റം അതുപോലെ. അതെ അതെ, കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകണ്ടോ? കുഴപ്പമില്ല. വിലക്കയറ്റം ഒക്കെയോ? സാധാരണ ഉത്രാടപ്പാച്ചിൽ ഈ തിരക്കാണോ ഇവിടെ അനുഭവപ്പെടുന്നത്? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊക്കെയാണോ? അറിയുള്ളൂ. സാധനം മേടിക്കാൻ വന്നാണോ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണത്തിന്റെ ഒരു ഇത്? ഉത്രാടപ്പാച്ചിൽ ഈ തിരക്കൊക്കെയാണോ സാധാരണ? അതെ അല്ലേ. മഴ പ്രശ്നമാണോ? ഉണ്ട്. അത് വലിയ കാര്യമായിട്ട് നമുക്ക് പ്രശ്നമല്ല അല്ലേ. ഓണം അടിച്ചു പൊളിക്കും. മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടോ? ഇല്ല. ഇന്ന് പെയ്യോ മഴ? പെയ്യും തോന്നുന്നു. പറയാൻ പറ്റിയ അതെ, പ്രശ്നമാണ്. അതെ അതെ അതെ. വിലക്കയറ്റം ഒക്കെ ഉണ്ട്. എങ്ങനെ അത്? നമുക്ക് നമ്മൾ മേടിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ തിരുവോണമൊക്കെ അടിച്ചു പൊളിക്കും. ഹാപ്പി ഓണം. ഹാപ്പി. അല്ലേ, മഴയൊക്കെ പ്രശ്നമല്ലേ? മഴ പ്രശ്നം നമുക്ക് കഴിഞ്ഞ തവണത്തേക്കഞ്ഞും കൂടുതലാണെന്ന് തോന്നുന്നു വിലയൊക്കെ അല്ലേ? ശാലം കൂടുതലുണ്ട്. ഈ മഴയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് കച്ചവടത്തിലും. ഇവിടെ മഴയുടെ ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെ ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇവിടാണോ സാധാരണ സാധനങ്ങൾ മേടിക്കാൻ വരാറ്? അല്ല, എൻ്റെ വീട് കല്ലറയാണ്. കല്ലറയിൽ നിന്ന് നീണ്ടൂരൊക്കെ വരും. അതിനേക്കാൾ ശാലം കൂടി വിലക്കുറവ് ഇവിടെ ഉണ്ട്. ഏറ്റുവരാണ്. എവിടെ വരെ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? അപ്പൊ പൊളിക്കും, ഓണമൊക്കെ പൊളിക്കും. ഈ മഴയൊക്കെ എങ്ങനെയുണ്ട്? പ്രശ്നമാണോ? പ്രശ്നമാണ്. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊക്കെയാണോ? കൂടുതലാണ് അല്ലേ? കഴിഞ്ഞ ഓണത്തെക്കഞ്ഞും കൂടുതലാണ്. ചേച്ചി സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാ? ഈ മഴയൊക്കെ അല്ലേ, അപ്പം അതൊക്കെ നമുക്കൊരു പ്രശ്നമാണോ? പ്രശ്നം തന്നെയാണ്. വിലക്കയറ്റോ നോക്കിയില്ല, വില കൂടുതലാണെന്ന് തോന്നുന്നു. തോന്നുന്നല്ലേ? ഉപ്പേരി ഇല്ലാതെ മലയാളിക്ക് എന്ത് സദ്യയല്ലേ? ഉപ്പേരി ഒഴിച്ച് നമുക്കൊരു സദ്യ ഓർക്കാൻ സാധിക്കില്ല. എന്നാലും നമ്മളൊരു ഉപ്പേരി കടയുടെ മുന്നിലാണ്. നമുക്ക് എന്താണ് വില എന്താണെന്നൊക്കെ ഒന്ന് അറിയാല്ലേ? വിലയൊക്കെ എങ്ങനെയാണ്? ഇതിനൊക്കെ ന്യായമായ രീതി വില അല്ലേ, സാധാരണക്കാർക്ക് മേടിക്കാൻ വാങ്ങിക്കാൻ നേരി വില കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇല്ല, നമുക്ക് ഓണസമയത്ത് നമുക്ക് ഒന്നുമില്ല. ഏത്തക്കൊക്കെ വില കൂടുതലാണ്. കൂടുതലാണ്, എന്നാലും നമ്മളിവിടെ വലിയ വിലയൊന്നും കിട്ടുന്നില്ല. എല്ലാവരും എന്ത് വിലയാണെങ്കിലും ആൾക്കാർ മേടിക്കും, വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല. മഴ മലയാളിയുടെ ഓണത്തിന് ഒട്ടും തന്നെ മാറ്റു കുറച്ചിട്ടിലും തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ കണ്ട തിരക്കും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ തിരക്കിൽ നിന്നും ഒട്ടും തന്നെ മാറ്റു കുറയ്ക്കാതെ നല്ല അടിപൊളി ഓണം ആഘോഷിക്കാൻ തന്നെയാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഗോകുലിനൊപ്പം ശ്രീലക്ഷ്മി.